കോഴിക്കോട് അരയിടത്തു പാലത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. 54 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് മാവൂർ മുക്കം റൂട്ടിൽ ഓടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 2 ബൈക്ക് യാത്രികർക്കും പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. 42 പേരാണ് ഇവിടെ ഉള്ളത്. 12 പേര് മെഡിക്കൽ കോളേജിൽ. നിലവിൽ ഇപ്പം അങ്ങനെയാണുള്ളത്. വേറെ ആരെയും പരിക്ക് പറ്റി ഇനി ഇവിടുത്തെ വരുമെന്ന് അറിയില്ല. കൂടുതലായിട്ട് കുറച്ച് ആളുകളൊക്കെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ വരില്ല. സിറ്റിക്കകത്താണ് ഈ ബസ് ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന രീതിയിൽ പോകുന്നത്. ഇവിടെ ഒരു പോലീസ് സംവിധാനമുണ്ട്. ഇവിടെ ഈ പോലീസ് സംവിധാനം പാവപ്പെട്ട ബൈക്കിലുള്ള യാത്രക്കാരെ ഹെൽമറ്റ് വെച്ചിട്ടില്ല എങ്കിൽ അവരെ പിടിക്കാൻ ഈ പോലീസുകാർ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ സിറ്റിക്കകത്ത് പാവപ്പെട്ടവരുടെ ജീവൻ എടുക്കുന്ന രീതിയിൽ ബസ്സുകൾ ഓടുന്നതും അവർ ജീവൻ എടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പോലീസ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് സിറ്റിക്കകത്ത് ഈ ബസ് മറിഞ്ഞ് 43 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരാളെ സ്ഥിതി വളരെ മോശമാണ്. 13 പേര് മെഡിക്കൽ കോളേജിലാണ്. വളരെ ഒരു ഗുരുതരാവസ്ഥയിലാണുള്ളത്. അപ്പോൾ അവരുടെ പേരൊന്നും അറിയില്ല. അൺനോൺ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു 5-6 ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ചെറിയ ചെറിയ ഇഞ്ചുറീസും കുറച്ച് ഫ്രാക്ചറും പിന്നെ കുറേ ആൾക്കാർ എക്സ്റേ ECG എക്സ്റേ സ്കാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറേ പേര് അങ്ങനെ കിടക്കുന്നുണ്ട്. അകപ്പാടെ എല്ലാവരും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. 43 പേരുണ്ടായിരുന്നു ഇവിടെ. അതിൽ ഒരു 6ഓളം പേര് നേരത്തെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്. ഒരാളാണ് തിയേറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ തിയേറ്ററിൽ കൊണ്ടുപോയ ആളാണ് നമുക്ക് ആരാന്ന് അവരെ വേറെ ബോർഡ്സ് ഒന്നും അറിയില്ല. അൺനോൺ മറ്റേ അവർ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം അതിദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത്. അതിന്റെ ആഴം വ്യക്തമാക്കുന്ന ദൃശ്യം തന്നെയാണിത്. ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? 2 പേരുടെ നില ഗുരുതരമാണെന്ന് കരുതുന്നു. അങ്ങനെയാണ് ആ ഒരു ബൈറ്റിൽ നിന്നും നമുക്ക് വ്യക്തമായത്. കൂടുതൽ വിവരങ്ങൾ. ആതിര പറഞ്ഞതുപോലെ വലിയ അപകടമാണ് നടന്നത്. കാരണം ഒരു ബൈക്കിന് തട്ടാതിരിക്കാൻ വേണ്ടി മാറുന്നതിനിടെയാണ് ബസ് തലകീഴായി മറിഞ്ഞത്. അതിൽ ബൈക്ക് യാത്രികനായ മുഹമ്മദ് സാനിഹ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വലിയൊരു പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ബൈക്ക് യാത്രികനാണ്. ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായി മാറിയപ്പോഴാണ് ബസ്സും ഇങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 43 പേരാണ് ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കൂടാതെ തന്നെ 12 ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. 43 പേരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതിൽ 5-6 ആളുകൾ ഇവിടെ നിന്ന് ഇപ്പോൾ നിലവിൽ ഡിസ്ചാർജ് ആയി പോയി എന്ന് നമ്മൾ കുറച്ച് മുൻപ് ദൃശ്യങ്ങൾ കണ്ടതുപോലെ ഒരു കുട്ടി ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു കുട്ടി കുറച്ച് സമയം മുൻപാണ് ഡിസ്ചാർജ് ചെയ്ത് പോയത്. കുട്ടിയുടെ കയ്യിൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ചെറിയ ചെറിയ മുറിവുകളും ദേഹത്തുണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ചെറിയ ചെറിയ പരിക്കുകളോടുകൂടി കുറച്ച് ആളുകൾ ഇവിടെ ചികിത്സയിലുണ്ട്. ഈ പറഞ്ഞ ബൈക്ക് യാത്രികനായ മുഹമ്മദ് സാനിഹിന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ മെച്ചമൊന്നുമില്ലെന്ന് ഡോക്ടർമാർ ഇപ്പോൾ നമ്മളെ അറിയിച്ചത്. ഇതുകൂടാതെ തന്നെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട പോലെ നഗരമധ്യത്തിൽ വലിയൊരു അപകടം. ആ ഒരു സമയം 4 മണി, സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ വിട്ട സമയം ആയതുകൊണ്ട് തന്നെ ബസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് അങ്ങനെ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡിൽ ആ ഒരു പ്രദേശത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു വലിയ അപകടം സംഭവിച്ചു. ഈ നാട്ടുകാരുടെ കൃത്യമായ ഇടപെടലോട് കൂടിയാണ് ഈ ആളുകളെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിലൂടെ ഒരു വലിയ അപകടം ഒഴിവാക്കി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക് വലിയൊരു അപകടമില്ലാതെ തന്നെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരാളുടെ അവസ്ഥയിലാണ് ഇപ്പോൾ ബേബി മെമ്മോറിയലുള്ള ഒരാളുടെ അവസ്ഥയാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലുള്ളത്. ബാക്കിയുള്ളവരുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അപകടമുണ്ടായത് അമിത വേഗതയിലായിരുന്നു ബസ് വന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇതിൽ ഇനി എത്രത്തോളം അമിത വേഗതയിലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെന്ന് പോലീസ് കുറച്ച് സമയം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഇനി എന്താണ് ഈ അപകടത്തിനുള്ള കാരണം എന്താണ്? ഈ ബൈക്കിനെ വെട്ടിച്ചത് മാത്രമാണോ, അല്ലെങ്കിൽ ബസ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു 43 ആളുകൾ, ഇത്രയും 54 ആളുകളാണ് നിലവിൽ ഈ മെഡിക്കൽ കോളേജിലും ഈ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലുള്ളത്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഗുരുതരമാണെന്ന് പറഞ്ഞു. അതിൽ ഒരാൾ ബൈക്ക് യാത്രികനാണ്. മറ്റേ ആളുടെ വിവരങ്ങൾ ഏതെങ്കിലും ഇത് ആരാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ?
അതിന് നമുക്ക് നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ മുഹമ്മദ് സാനിഹ് എന്ന ബൈക്ക് യാത്രികന്റെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റേയാൾ അൺനൗൺ എന്നാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഈ ആളുകളെ അറിയിക്കുന്ന വഴിക്ക് ബന്ധുക്കളൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഇപ്പോൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ ഓടി അകത്തേക്ക് കയറുന്നുണ്ട്. കാരണം അപകട വിവരം അറിഞ്ഞിട്ട് ആളുകൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ, ബന്ധുക്കൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കുറച്ചു നേരം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കോഴിക്കോട് അരയിടത്തു പാലത്ത് ബസ് മറിഞ്ഞ വലിയൊരു അപകടം ആണ് ഉണ്ടായിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാണ്. നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 പേരുടെ നില ഗുരുതരമാണ്. വിവരങ്ങൾ നൽകിയത് ദൃശ്യ പുതിയടത്താണ്.